വീണ്ടും ഒരു കുക്കിംഗ് ഓയിൽ ഡിബേറ്റായി അല്ലേ? ഈ അടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ കേരളത്തിലെ പ്രശസ്തനായ ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അബി ഫിലിപ്പ് വെളിച്ചെണ്ണ ഹൃദ്രോഗം ഉണ്ടാക്കും, വെളിച്ചെണ്ണ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു, സീഡ് ഓയിലാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഉണർന്നെഴുന്നേറ്റു. അവർ സീഡ് ഓയിലാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം, സീഡ് ഓയിലിനെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല എന്ന രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കണ്ടു. പക്ഷേ ഇതിലൊക്കെ കഷ്ടപ്പെടുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എണ്ണ വാങ്ങാൻ നോക്കുമ്പോൾ നമ്മൾ സീഡ് ഓയിൽ എടുക്കുമ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വാക്ക് നമുക്ക് ഓർമ്മ വരും. സീഡ് ഓയിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, നമ്മളതോടെ വയ്ക്കും. എന്നാൽ വെളിച്ചെണ്ണ എടുക്കുമ്പോഴത്തേക്കോ വെളിച്ചെണ്ണ ഹൃദ്രോഗത്തിന് കാരണമായേക്കാം എന്നുള്ള ഈ ഡോക്ടേഴ്സിൻ്റെ ഒരു വാദഗതിയും നമുക്ക് മനസ്സിൽ വരും. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനാവും, ഏത് ഓയിൽ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിനായിട്ട് ഒരു ഓയിൽ എടുക്കുമ്പോഴത്തേക്ക് ഇത് ക്യാൻസർ ഉണ്ടാക്കുമോ, ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും അല്ലേ? പക്ഷേ ഈ രണ്ട് കൂട്ടരും വിട്ട ഒരു പോയിൻ്റ് ഉണ്ട്. നമുക്കിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എണ്ണ എന്താണ്? അത് റിഫൈൻഡ് ഓയിലാണ്. അതിപ്പം സീഡ് ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും. എന്താണ് റിഫൈൻഡ് ഓയിൽ? അതായത് ആത്മാവില്ലാത്ത എണ്ണയെന്ന് പറയാം. കാരണം അതിലെ നല്ല ഗുണങ്ങളോ അതിലെ പോളിഫിനോൾസും അല്ലെങ്കിൽ വൈറ്റമിൻസും എല്ലാം കെമിക്കലി ട്രീറ്റ് ചെയ്ത് ചൂടാക്കി അരിച്ച് മാറ്റിയിട്ട് കിട്ടുന്ന വെറും ഓയിലാണ് നമുക്കിന്ന് കിട്ടുന്നത്. ആ ഓയിലിൻ്റെ പേരിലാണ് ഈ തല്ലുകൂടുന്നത്. അപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് എണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ തിരഞ്ഞെടുക്കേണ്ടത്? അതിൻ്റെ സ്മോക്ക് പോയിൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് അത് ഏത് ടെമ്പറേച്ചറിൽ എത്ര നേരം കുക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എണ്ണ സെലക്ട് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഹൃദ്രോഗം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ സീഡ് ഓയിൽ ഇത്രമധികം ഹാംഫുൾ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റഡീസിൻ്റെ ബേസിൽ നമുക്ക് നോക്കാം. മാത്രമല്ല പ്രാക്ടിക്കലി എന്ത് കുക്ക് ചെയ്യാൻ എന്ത് ഓയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളും നമ്മൾ വളരെ വിശദമായിട്ട് നോക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മൾ എണ്ണയെ വളരെയധികം പേടിച്ചിരുന്നു അല്ലേ? പ്രത്യേകിച്ചും വെളിച്ചെണ്ണ ഹൃദ്രോഗം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റഡീസ് വന്നു. നമ്മളെല്ലാവരും വെളിച്ചെണ്ണ വിട്ടിട്ട് നേരെ പാമോയിലോട്ടൊക്കെ പോയി. പക്ഷേ പിന്നീട് വന്ന പഠനങ്ങളിൽ വെളിച്ചെണ്ണ അത്ര കുഴപ്പക്കാരനല്ല എന്ന് പറഞ്ഞിട്ടൊരു ക്ലീൻ ചിറ്റ് കിട്ടുകയും നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വെളിച്ചെണ്ണയുടെ തിരിച്ചറിഞ്ഞ ഗുണങ്ങൾ നമുക്ക് നോക്കാം. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സ്റ്റഡീസിൽ വെളിച്ചെണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അതിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളൂ. അത് നമ്മുടെ HDL അതായത് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും ട്രൈഗ്ലിസറിഡിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും എന്നൊക്കെ സ്റ്റഡീസ് കണ്ടു. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുള്ള മെയിൻ കോമ്പൗണ്ടായി ലോറിക് ആസിഡ്, അതിന് ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് എന്നും പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രോമിസിങ് സ്റ്റഡീസ് ഉണ്ട്. അതായത് ഇനിയും അതിലത് സ്റ്റഡീസ് കൂടുതൽ നടക്കണം. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ അൽഷൈമേഴ്സ് ഡിസീസിന് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും എന്നുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഡയബറ്റിക്, ആൻറ്റി ഒബീസിറ്റി, വണ്ണം കുറയ്ക്കാനൊക്കെ സഹായിക്കും എന്നുള്ള സ്റ്റഡീസൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഇനിയും കൂടുതൽ സ്റ്റഡീസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺഫർമേഷൻ പറയാൻ പറ്റും. എന്തായാലും വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അത്ര മോശമല്ല എന്നാണ് പുതിയ സ്റ്റഡീസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഈ സ്റ്റഡീസൊക്കെ കുറച്ച് മിക്സ്ഡ് സ്റ്റഡീസാണ്. പക്ഷേ എന്നാലും നമ്മൾ ഓവറോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ, എപ്പോഴും ഞാൻ പറയുന്നത് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു എണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു സൂപ്പർ ഫുഡാണ്, വെളിച്ചെണ്ണ കഴിച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞുള്ള രീതിയിലൊന്നും അവതരിപ്പിക്കുന്നില്ല. കാരണം അതൊക്കെ എന്ന് വെച്ചാൽ കാലറി റിച്ച് ആണ്. അതിപ്പം വെളിച്ചെണ്ണ എന്നല്ല, ഏതെണ്ണയായാലും അതിനനുസരിച്ചുള്ള ന്യൂട്രിയൻസ് ഒന്നും അതിലില്ല. പിന്നെ വെളിച്ചെണ്ണ അനുകൂലിക്കുന്നവർ പറയുന്ന രണ്ട് വാദങ്ങളുണ്ട്. ഒന്ന്, പഴയ ആൾക്കാർ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, അവർക്ക് ഹാർട്ട് ഡിസീസൊന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് സുഖമായിട്ട് എണ്ണ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിച്ച് നല്ല ആരോഗ്യം കിട്ടും എന്നുള്ള രീതിയിലുള്ള വാദഗതിയുണ്ട്. എന്നാൽ നമ്മൾ പഴയ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? വളരെ കുറച്ച് എണ്ണയിലേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വല്ലപ്പോഴും ഒരു ഫ്രൈ ചെയ്യാനോ ഒക്കെയല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ പഴയ ആൾക്കാരുടെ ജീവിത രീതി, അവർ നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു. മാത്രമല്ല അവരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, ഇന്നത്തെ പോലെ റിഫൈൻഡ് ഫുഡൊന്നും അല്ലായിരുന്നു. അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അല്ലാതെ വെളിച്ചെണ്ണ കഴിച്ചതുകൊണ്ട് മാത്രം അവർ ആരോഗ്യത്തോടെ ഇരുന്നു എന്നുള്ള വാദം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ പലപ്പോഴും കേട്ടിട്ടുള്ള മറ്റൊരു വാദമാണ് ഈ വെളിച്ചെണ്ണയിൽ ലോറിക് ആസിഡ് ഉണ്ട്. ലോറിക് ആസിഡുള്ള മറ്റൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കാണ്, മുലപ്പാലാണ്. അതുകൊണ്ട് മുലപ്പാൽ പോലെ ശുദ്ധമാണ് വെളിച്ചെണ്ണ എന്നൊരു വാദഗതി കേൾക്കാറുണ്ട്. ശരിയാണ്, ലോറിക് ആസിഡ് ഏറ്റവും കൂടുതലുള്ള രണ്ട് ഘടകങ്ങളാണ് മുലപ്പാലും വെളിച്ചെണ്ണയും. പക്ഷേ ഈ മുലപ്പാലിൻ്റെ ഒരു അത്ഭുത ഗുണം, അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ ഈ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു 5% ലോറിക് ആസിഡ് കൊണ്ടാണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ. എന്നാൽ വെളിച്ചെണ്ണയിൽ ഒരു 45 മുതൽ 50% ലോറിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് മാത്രം ഇത് തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വെളിച്ചെണ്ണയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതല്ലേ. അത് നല്ല കൊളസ്ട്രോൾ കൂട്ടും, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കും, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ അൽഷൈമേഴ്സ് രോഗികളിൽ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുള്ള പ്രോമിസിങ് സ്റ്റഡീസൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ സാധാരണ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ ഗുണങ്ങളാണോ? അല്ല. ഇത് വെർജിൻ കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്ന ആ തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണ ഗുണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ എത്ര തരമുണ്ടെന്ന് അറിയണം. അപ്പോൾ ഒന്ന്, ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ. രണ്ട്, നമ്മൾ കൊപ്രയൊക്കെ ആട്ടിയിട്ട് മില്ലിൽ നിന്ന് എടുക്കുന്ന
വെളിച്ചെണ്ണ. അതിനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷേ ഒറിജിൻ കോക്കനട്ട് ഓയിലിൻ്റെ അത്രയും ഗുണമുള്ളതല്ല അത്. ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് റിഫൈൻഡ് ഓയിലാണ്. എന്താണ് റിഫൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ ഈ വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് പോയിട്ട് ആദ്യം അത് നന്നായിട്ട് ഒരു 120 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കും. അതിനുശേഷം അതിനെ കെമിക്കലി ട്രീറ്റ് ചെയ്യും. ആസിഡും ആൽക്കലി ഉപയോഗിച്ച് കെമിക്കലി ട്രീറ്റ് ചെയ്ത് അങ്ങനെ കിട്ടുന്നതാണ് റിഫൈൻഡ് ഓയിൽ. അപ്പം അത് ഏകദേശം അതിൻ്റെ എല്ലാ ന്യൂട്രിയൻറ്റ് ഗുണങ്ങളും നശിപ്പിച്ച എണ്ണയാണ് നമുക്ക് റിഫൈൻഡ് ഓയിലായിട്ട് കിട്ടുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. അതായത് കുറേ നാൾ കേടാകാതെ ഇരിക്കും. സൂപ്പർ മാർക്കറ്റിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അങ്ങനെ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ അത് റിഫൈൻ ചെയ്യുന്നത്. അപ്പം ഈ റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചെന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണയുടെ യാതൊരു ഗുണങ്ങളും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല അതൊരു ഡെൻസ് ഇൻ കാലറീസാണ്. അതുകൊണ്ട് നമുക്ക് അത് ദോഷമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും വളരെ സൂക്ഷിച്ച് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ നാട്ടിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മളിവിടെ 3 തരം എണ്ണയെക്കുറിച്ച് പറഞ്ഞു, വെളിച്ചെണ്ണയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഒന്ന് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ. 2 നമ്മൾ ചക്കിലാട്ടിയെടുക്കുന്ന എണ്ണ റിഫൈൻഡ് ആകാത്തത്. 3 റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ, ഈ വെളിച്ചെണ്ണയുടെ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഒരു എണ്ണ. പക്ഷേ നാട്ടിൽ കിട്ടുന്ന എണ്ണയിൽ ഒരു പകുതിയിലധികവും എന്താണ്, വ്യാജ വെളിച്ചെണ്ണയാണ് അല്ലേ. നമ്മൾ പലപ്പോഴും പത്രത്തിലൊക്കെ കാണാറുണ്ട്, കുറേ ബ്രാൻഡ് നിരോധിച്ചു, കുറേ മായം ചേർത്തു, വെളിച്ചെണ്ണ അടുത്തുകൂടെ പോലും പോകാതെ ആർട്ടിഫിഷ്യലായിട്ട് കളറും കുറേ പാം ഓയിലും അല്ലെങ്കിൽ വാക്സും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന എണ്ണയുണ്ട്. അതൊക്കെ നമുക്ക് സീരിയസ് ആയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ക്യാൻസറും അല്ലെങ്കിൽ ഹൃദ്രോഗവും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. അങ്ങനത്തെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കലാണ് അതിലൊക്കെ ചേർക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. ഇനി നമുക്ക് സീഡ് ഓയിലേക്ക് വരാം. സൺഫ്ലവർ ഓയിൽ, കാനോല ഓയിൽ, അങ്ങനത്തെ സീഡ് ഓയിൽസിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസിനും കാരണം എന്ന് പറഞ്ഞിട്ട് ചില റീൽസ് കാണാറുണ്ട്. സൺഫ്ലവർ ഓയിൽ ഈസ് ദ കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ശരിയാണോ? സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയധികം പ്രശ്നങ്ങളുണ്ടാവുമോ? തീർച്ചയായും ഇല്ല. ഇവരൊക്കെ പറയുന്ന ഒരു നാണയത്തിൻ്റെ ഒരു സൈഡ് മാത്രമാണ്. സൺഫ്ലവർ ഓയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലെ കുക്കിങ്ങിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇനി നമ്മൾ വേൾഡിലെ ഏത് ഗൈഡ് ലൈൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും, അതിപ്പം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ആയാലും അല്ലെങ്കിൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റി ആയാലും അല്ലെങ്കിൽ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി ആയാലും ഒരിടത്തെയും ഗൈഡ് ലൈൻസിൽ ഈ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഉപയോഗിക്കരുതെന്നോ ഒരു ഗൈഡ് ലൈൻസ് എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എവിടെയാണ് തുടങ്ങുന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. അവർ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ അത് എണ്ണയിലല്ല അവിടെ പ്രശ്നം, എണ്ണ റീഹീറ്റ് ചെയ്യുമ്പോഴാണ്. ഈ സീഡ് ഓയിൽസൊക്കെ റീഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോഴത്തേക്ക് അത് ഓക്സിഡേഷന് വിധേയമാവുകയും ഒട്ടനവധി ഹാംഫുൾ പ്രൊഡക്ട്സ് PAH അല്ലെങ്കിൽ ആൽഡിഹൈഡ് ഇങ്ങനെയൊക്കെ ഉള്ള ഘടകങ്ങളായിട്ട് അത് വേർതിരിക്കുകയും അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇൻഫ്ലമേഷനും ക്യാൻസറും വരെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഈ എണ്ണ രാവിലെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരാഴ്ച ഉപയോഗിച്ച എണ്ണകൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളിപ്പം KFCയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിപ്പോൾ രാവിലെ ഒഴിച്ച എണ്ണയായിരിക്കും, അതിൽ വീണ്ടും ചിക്കൻ ഇടുന്നു, പൊരിക്കുന്നു, എണ്ണ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് ഫില്ല് ചെയ്യുന്നു, വീണ്ടും നിറയ്ക്കുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും, അല്ലെങ്കിൽ ക്യാൻസറോ ഇൻഫ്ലമേഷനോ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല നമുക്ക് കിട്ടുന്ന പാക്കറ്റ് ഫുഡ്സിൽ ഇപ്പം ബിസ്ക്കറ്റ് ആയാലും ചിപ്സ് ആയാലും ഇതൊക്കെ ഈ റീഹീറ്റ് ചെയ്ത എണ്ണയാണ് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. അല്ലാതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു സൺഫ്ലവർ ഓയിൽ വാങ്ങി വീട്ടിൽ വന്നിട്ട് നമുക്കെന്തെങ്കിലും കുക്ക് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും പ്രശ്നം ഉണ്ടാക്കില്ല. നമ്മളൊരിക്കലും അത് റീഹീറ്റ് ചെയ്യരുത്. ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പം പലപ്പോഴും നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലൈവായിട്ടൊക്കെ വറുക്കും. അവിടെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുക, വലിയൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ചിപ്സ് വാരിയിടുന്നു, എണ്ണ കുറയുന്നതനുസരിച്ച് വീണ്ടും എണ്ണ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ദിവസങ്ങളോളം ഇത് റീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര തവണ റീഹീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ ചിക്കനോ അല്ലെങ്കിൽ മീനൊക്കെ വറുക്കാൻ ഉപയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ്. മീൻ അതിനകത്ത് ഇടുന്നു, എണ്ണ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതിനകത്ത് ഫില്ല് ചെയ്യുന്നു. ഇങ്ങനെ റീഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അല്ലാതെ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സീഡ് ഓയിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ കുക്കിങ്ങിന് ഏതെണ്ണയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം അല്ലേ. അതെപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ സ്മോക്ക് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു എണ്ണയ്ക്ക് ഒരു സ്മോക്ക് പോയിൻ്റ് ഉണ്ട്, ഒരു ടെമ്പറേച്ചർ വരെ എണ്ണ അത് നന്നായിട്ട് നിൽക്കും. ആ ടെമ്പറേച്ചർ കഴിഞ്ഞ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഹാംഫുൾ കെമിക്കൽസ് ഉണ്ടാവും. അതിനിപ്പോൾ റീഹീറ്റ് ചെയ്യണമെന്നില്ല. അപ്പം അതനുസരിച്ചാവണം നമ്മളുടെ എണ്ണ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓരോ ഭക്ഷണ പദാർത്ഥം കുക്ക് ചെയ്യാനും ഓരോ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത്.
അതിപ്പം ഞാൻ എങ്ങനെയാണ് എണ്ണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് എങ്ങനെയാണ് എണ്ണ ഉപയോഗിക്കേണ്ടത്, ഓരോ എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്ത് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കേണ്ട കാര്യം നമുക്ക് നോക്കാം. ഒന്ന് നമുക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, ഏറ്റവും നല്ല എണ്ണ എന്നൊക്കെ പറയുന്ന ആ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്ന് പറയുമ്പോൾ നല്ല വിലയുള്ളതാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് നല്ല ഘടകങ്ങളൊക്കെ ഉണ്ട് ഹാർട്ടിനും അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ഹെൽത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ. ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ചൂടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് അത് ചൂടാക്കുമ്പോഴത്തേക്ക് അതിലെ പകുതി ന്യൂട്രിയൻസും നശിച്ചു പോകും. അതുകൊണ്ട് അതെപ്പോഴും നമ്മൾ സാലഡ് ഡ്രസ്സിങ് അല്ലെങ്കിൽ നമ്മൾ ഹമ്മൂസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. റോ ആയിട്ട് ഉപയോഗിക്കാനാണ് അത് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് എക്സ്ട്രാ വെർജിൻ ഓയിൽ അല്ലെങ്കിൽ ബട്ടറൊക്കെ ഏത് ടെമ്പറേച്ചറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മോക്കിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 175 ഡിഗ്രിയാണ്. അപ്പം അതിങ്ങനെ എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിയൽ, തോരൻ, അങ്ങനത്തെ പച്ചക്കറികളൊക്കെ പാചകം ചെയ്യുമ്പോഴത്തേക്ക് ഈ കുറച്ച് എക്സ്ട്രാ വെർജിൻ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യും, നമ്മളിപ്പം ഫ്രൈ പാനിലൊക്കെ വെച്ചിട്ട് സാധാരണ ഇതിലൊരു ഷാലോ ഫ്രൈയിങ്ങിനാണെങ്കിൽ ഈ ഓയിൽ ഉപയോഗിക്കാം, അതിനൊരു കുഴപ്പമില്ല. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സീഡ് ഓയിൽസ് അല്ലെങ്കിൽ ഗീ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിന് സ്മോക്കിംഗ് പോയിൻറ്റ് കൂടുതലാണ്, കുറച്ചുകൂടി ടെമ്പറേച്ചറിൽ അത് സ്റ്റേബിളാണ്. അതായത് ഒരു 200-250 ഡിഗ്രി സെൽഷ്യസ് വരെ അത് സ്റ്റേബിളാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയമെടുത്ത് കുക്ക് ചെയ്യുന്നത് കുറച്ച് ഡീപ്പ് ഫ്രൈനൊക്കെ, അല്ലെങ്കിൽ ബീഫൊക്കെ കുറേ നേരം വരട്ടാനോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ മീൻ മുക്കി പൊരിക്കാനോ, അങ്ങനെ ഡീപ്പ് ഫ്രൈയിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു റിഫൈൻഡ് ഓയിൽ, അതിപ്പോൾ സീഡ് ഓയിലായാലും കോക്കനട്ട് ഓയിലായാലും സെയിമാണ്. നമ്മൾ നേരത്തെ കണ്ടു, ഈ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഗുണങ്ങളൊക്കെ മാറ്റിയിട്ട് വെറും ഒരു കുക്കിങ്ങിനുള്ള മീഡിയം മാത്രമാണത്, അതിനകത്ത് പ്രത്യേകിച്ച് ഗുണങ്ങളോ ദോഷങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഡീപ്പ് ഫ്രൈയിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെയുള്ള റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഗ്രില്ലൊക്കെ ആകുമ്പോൾ ഹൈ ടെമ്പറേച്ചറാണ്. ഗ്രില്ല് ചെയ്യാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവക്കാഡോ ഓയിൽ, അത് നല്ല സ്റ്റേബിളാണ്, ഹൈ ടെമ്പറേച്ചറിൽ ഏകദേശം 450-500 ഡിഗ്രി സെൽഷ്യസ് വരെ സ്റ്റേബിളാണ്. അതുപോലെ നമുക്ക് ഗീ ഉപയോഗിക്കാം, ഗീയും ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റേബിളാണ്. അപ്പം ഗ്രില്ലിങ്ങിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഹയർ ടെമ്പറേച്ചർ കുക്കിങ്ങിന്, കുറേ നേരം കുക്ക് ചെയ്യുന്ന സാധനത്തിന്, അല്ലെങ്കിൽ ബേക്കിങ്ങിന്, കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കോ എണ്ണ ഇടണമെങ്കിൽ ഗീ അല്ലെങ്കിൽ നമുക്ക് അവക്കാഡോ ഓയിലൊക്കെ ഉപയോഗിക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒരിക്കലും റീഹീറ്റ് ചെയ്യരുത്. പിന്നെ ഈ സ്മോക്ക് പോയിൻ്റ് അനുസരിച്ച് ഓരോ ഭക്ഷണത്തിനും ഓരോ തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കുക. പിന്നെ ഓരോ ഡിഷസിനും ഓരോ രീതിയിൽ എണ്ണ ആയിരിക്കും അല്ലേ. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സെസാമി ഓയിലായിരിക്കും കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഓയിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെയുള്ള ഇപ്പോൾ ചെട്ടിനാടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് അതിൻ്റേതായ എണ്ണ വേണം. അപ്പം അതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ബംഗാളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ പോലത്തെ അവിടെ മസ്റ്റാർഡ് ഓയിലായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഡിഷിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചും നമുക്ക് എണ്ണ മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും നമ്മളിങ്ങനെ എണ്ണയെക്കുറിച്ച് അധികം ചിന്തിച്ചതല്ല ഉണ്ടാക്കാതെ നമ്മൾ ഓരോ യൂസിനും അതനുസരിച്ചുള്ള എണ്ണ ഉപയോഗിക്കുക. നമുക്കിന്ന് ഒരുപാട് എണ്ണകൾ അവൈലബിൾ ആണ്, അതൊക്കെ മിക്സ്ഡായിട്ട് ഉപയോഗിക്കുകയാണ് എപ്പോഴും ഹെൽത്തിന് നല്ലത്. പിന്നെ നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മിനിമം രീതിയിൽ എണ്ണ ഉപയോഗിക്കുക. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനർജി ഡെൻസാണ്, മാത്രമല്ല അതിനകത്ത് പ്രത്യേകിച്ച് വലിയ ന്യൂട്രിയൻസ് ഒന്നുമില്ല. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ, വളരെ കുറച്ച് എണ്ണ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ 120 കാലറി ഉണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കലറിയും ഒരു ഹാഫ് ബിരിയാണി കഴിച്ചാൽ കിട്ടുന്ന കലറിയും ഒന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും എണ്ണ നമ്മൾ എടുത്തൊഴിക്കാതെ എപ്പോഴും നമ്മൾ എണ്ണ മിതമായിട്ട് ഉപയോഗിക്കുക. അതിപ്പം നമുക്ക് എയർ ഫ്രയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രൈങ് പാൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് വേവിക്കാം. അങ്ങനത്തെ രീതികൾ നോക്കുക. പിന്നെ എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഹെൽത്തി കുക്കിംഗ് എന്ന് വെച്ചാൽ സ്റ്റീമിൽ വേവിക്കുന്നതാണ്. അപ്പം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് പ്രധാനമായിട്ടും കുറയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞതെന്ന് ഇത്രയേ ഉള്ളൂ. ഈ വെളിച്ചെണ്ണയാണോ അല്ലെങ്കിൽ സീഡ് ഓയിലാണോ നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ മൈന്യൂട്ട് പോയിൻറ്റ്സൊക്കെ പറിച്ച് തർക്കിക്കുന്നത് അത് വലിയ അക്കാഡമിക് ലെവലിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലാബോറട്ടറി ടെസ്റ്റിങ്ങിൽ മാത്രമാണ്. നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ അഫോർഡബിലിറ്റി, പിന്നെ നേരത്തെ പറഞ്ഞ ആ സ്മോക്കിംഗ് പോയിൻറ്റ്, പിന്നെ എണ്ണ റീഹീറ്റ് ചെയ്യാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വലിയ വലിയ ഡിബേറ്റിനെ ആലോചിച്ച് നമ്മൾ തലപ്പുണ്ടാക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ മതത്തിൻ്റെ പേരിൽ ഡിബേറ്റുകളൊക്കെ നടക്കാറുണ്ടല്ലേ. വലിയ വലിയ പണ്ഡിതരൊക്കെ വന്നിട്ട് അവരുടെ മതത്തിൻ്റെ ഗുണങ്ങളും അല്ലെങ്കിൽ മറ്റൊരു മതത്തിലെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഡിബേറ്റുകൾ നടത്താറുണ്ടല്ലേ. അത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ അമ്പലത്തിലോ പള്ളിയിലൊന്നും പോകാതിരിക്കുന്നില്ല അല്ലേ. നമ്മൾ സമാധാനമായിട്ട് നമ്മളെ ദൈവത്തിൻ്റെ അടുക്കെ പോകുന്നു. അതുപോലെ തന്നെയാണ് എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ്. നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമ്മളത് ഉപയോഗിക്കുക. ഈ വലിയ വലിയ ഡിബേറ്റുകൾക്കൊന്നും അധികം തല കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഭയക്കേണ്ടത് ഈ ഷെൽഫിലിരിക്കുന്ന സീഡ് ഓയിലായാലും വെളിച്ചെണ്ണയായാലും അതിനെക്കുറിച്ചല്ല ഭയക്കേണ്ടത്. എണ്ണയെ ഭയക്കണം എപ്പോഴാണ് അത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വീണ്ടും വീണ്ടും ചൂടാക്കി കിട്ടുന്ന എണ്ണ, അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡുകളിൽ നിന്ന് കിട്ടുന്ന ഈ റീഹീറ്റ് ചെയ്ത എണ്ണ, ഇതിനെ നമ്മളെപ്പോഴും പേടിക്കണം. ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല ഹെൽത്തി വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.